ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേക്കപ്പ് സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ട്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ തട്ടി, എന്താണ് ഈ മേക്കപ്പ് സെക്സ്? അങ്ങനെ ഞാൻ ChatGPT വെറുതെ ഇതിനെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു ലേഖനം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരതെൻ്റെ ആവശ്യം മനസ്സിലാക്കി ഒരു ലേഖനം തന്നു. അപ്പോൾ ആ ലേഖനം പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് കേട്ട് നോക്കാം. ജീവിതം സുഖവും ദുഃഖവും ചേർത്ത് രചിക്കുന്ന ഒരു കാവ്യമാണ്. ഈ കാവ്യത്തിൽ ദാമ്പത്യ ബന്ധം ഏറ്റവും സൂക്ഷ്മവും പ്രതീക്ഷ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ബന്ധമാണ്. രണ്ട് വ്യത്യസ്ത മനുഷ്യർ, രണ്ട് വ്യത്യസ്ത ജീവിത ചിന്തകളും സ്വഭാവങ്ങളും ഉള്ളവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇടയ്ക്കിടെ ചിന്താ വ്യത്യാസങ്ങൾക്കും അഭിപ്രായ തർക്കങ്ങൾക്കും ഇടവരാം. ചിലപ്പോൾ ഈ തർക്കങ്ങൾ ഉയർന്ന് അത് അടിയിൽ വരെ കലാശിക്കാം. എന്നാൽ അതിനുശേഷവും ഉണ്ടാകുന്ന സമാധാനവും ആഴത്തിലുള്ള മനസ്സിലാക്കലും അതാണ് ആ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നത്. തർക്കങ്ങൾ എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ്. ഒരു ബന്ധം വളരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിലുണ്ടാകുന്ന ഒക്കേഷണൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ വിരസമായി കാണാതെ അതിന്റെ പിന്നിലെ സാഹചര്യങ്ങളും കാരണങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ആ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിനുള്ള പരിഹാരങ്ങളും തെളിയും. തർക്കത്തിന് ശേഷം അതിനേക്കാൾ തുറന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. അഹങ്കാരത്തിന്റെ ചുമരുകൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ആ അകലം ചുരുങ്ങുന്നത്. ഒരാൾ തെറ്റു ചെയ്താൽ അത് തുറന്ന് സമ്മതിക്കാനും മറ്റേ പകുതി അത് ക്ഷമിക്കാനും തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. ദാമ്പത്യ തർക്കങ്ങൾക്ക് ശേഷം സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ ഒരു ആകർഷണവും അടുത്ത ബന്ധവും ദാമ്പത്യത്തിലെ മാനസിക ആഴം തെളിയിക്കുന്നതാണ്. ഇവിടെയാണ് മേക്കപ്പ് സെക്സ് ഓർ മേക്കപ്പ് ഇന്റിമസി എന്നത് പലപ്പോഴും ഒരു പൊളിച്ചെഴുത്തായി മാറുന്നത്. നമ്മൾ ഇപ്പോഴും ഒരുമിച്ചാണ്, നമ്മളുടെ ഇടയിൽ സ്നേഹമുണ്ട് എന്ന് പറയുന്ന ഒരു ദേഹഭാഷയാണ് ഈ മേക്കപ്പ് സെക്സ് ഓർ മേക്കപ്പ് ഇന്റിമസി എന്നത്. ശാരീരിക സമീപത ഹൃദയത്തിലുണ്ടാകുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ലഘൂകരിക്കാൻ സഹായിക്കും. ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ലൈംഗികത ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അത് ആശ്വാസവും കരുതലും നൽകുന്ന ഒരു ഭാഷയുമാകുന്നു. നമ്മുടെ പങ്കാളി എന്തുകൊണ്ടാണ് ആകുലരാകുന്നത്, എന്താണ് അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നിങ്ങനെ ചിന്തിക്കുക. മൗനം പലപ്പോഴും അസ്വസ്ഥതയുടെ ഒരു പ്രതീകമായിരിക്കാം. പലപ്പോഴും ഒരു നോട്ടവും ഒരു സ്പർശനവും അതില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവുന്നത്. ചെറുതായി ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഷെയർ ചെയ്യുക, പഴയ ഓർമ്മകൾ എടുത്തെടുത്ത് പറയുക, പുഞ്ചിരിയോടെ സ്പർശിക്കുക, തലോടുക, ചുറ്റുപാടുകളിൽ അവരെ സഹായിക്കുക, ചെറിയ ചെറിയ വീട്ടുപണികൾ സന്തോഷത്തോടുകൂടി ഷെയർ ചെയ്യുക. ഇതെല്ലാം ആ ബന്ധം വീണ്ടും ഊർജം പ്രാപിക്കാൻ സഹായിക്കും. പ്രതിവാരമായി കുറച്ച് സമയം പകുതികളായി ഭാവിയിലേക്ക് കുറച്ച് സമയങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, യാത്ര പോകുന്നത്, ഒരുമിച്ച് എവിടെയെങ്കിലും പോയി സന്തോഷത്തോടുകൂടി താമസിക്കുന്നത്, അതെല്ലാം വലിയ മാറ്റങ്ങൾ നൽകും. മേക്കപ്പ് ഇന്റിമസി അഥവാ മേക്കപ്പ് സെക്സ് എന്നത് ദാമ്പത്യത്തിൽ ഒരു അവസരം കൂടിയാണ്. ഒരു പുനഃസ്ഥാപനത്തിന്റെ, ആത്മബന്ധത്തിന്റെ, പരസ്പര വിശ്വാസത്തിന്റെ ഒരു അവസരം. തർക്കങ്ങൾ പരാജയങ്ങളല്ല. അതിലൂടെ പോകുമ്പോഴാണ് നമ്മൾ അറ്റുപോയ ആ ഒരു ബന്ധങ്ങൾ തിരികെ കണ്ടുപിടിക്കുന്നത്. തർക്കത്തിന് ശേഷം ഉണ്ടാകുന്ന ആ അടുക്കൽ, ആ മനസ്സിലാക്കൽ, ആ സ്പർശനം, ആ ഒരു ലൈംഗികത, അതാണ് മേക്കപ്പ് ഇന്റിമസി ഓർ മേക്കപ്പ് സെക്സ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ദാമ്പത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ആ ഒരു നിമിഷങ്ങളും.